Hello dear students, welcome back to ISKC English. Okay dear students, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് മൂന്നാമത്തെ ബ്ലോക്കിലെ മൂന്നാമത്തെ യൂണിറ്റ്. നോക്കൂ, നമ്മൾ യൂണിറ്റിന്റെ പേര് വരുന്നത് സെന്റൻസ് ട്രാൻസ്ഫോർമേഷൻ എന്നുള്ളതാണ്. അതായത് ഒരു സെന്റൻസിനെ മറ്റൊരു തരത്തിലുള്ള സെന്റൻസിലേക്ക് മാറ്റാം. അപ്പോൾ ഇവിടെ നമുക്കറിയാം സെന്റൻസ് ടൈപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ പഠിച്ചതാണ് സിമ്പിൾ സെന്റൻസ് ഉണ്ട്, കോംപ്ലക്സ് ഉണ്ട്, കോമ്പൗണ്ട് ഉണ്ട്. അപ്പോൾ നമ്മളിവിടെ എന്താ ചെയ്യുക, നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ നമ്മുടെ കയ്യിൽ നമുക്കൊരു സിമ്പിൾ സെന്റൻസ് തന്നു കഴിഞ്ഞാൽ അതിനെ കോംപ്ലക്സിലേക്കോ കോമ്പൗണ്ടിലേക്കോ മാറ്റാം, ഇത്തരത്തിൽ മാറ്റാം. പിന്നെ അതുപോലെ തന്നെ വ്യത്യസ്ത ഡിഗ്രിയിലുള്ള അഡ്ജക്റ്റീവ്സ്, അതായത് പോസിറ്റീവ് ഡിഗ്രി, കമ്പാരിറ്റീവ് ഡിഗ്രി, സൂപ്പർലേറ്റീവ് ഡിഗ്രി, ഈ വ്യത്യസ്ത ഡിഗ്രിയിലുള്ള, ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പോസിറ്റീവ് ഡിഗ്രിയിലുള്ള ഒരു അഡ്ജക്റ്റീവ് ഒരു സെന്റൻസിനെ അത് കമ്പാരിറ്റീവ് ഡിഗ്രിയിലേക്ക് ആക്കുക, അല്ലെങ്കിൽ സൂപ്പർലേറ്റീവ് ഡിഗ്രിയിലേക്ക് എന്ത് ചെയ്യുക, മാറ്റുക. അപ്പൊ ഇത്തരത്തിൽ ഉള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ യൂണിറ്റിൽ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഓക്കെ, നമുക്ക് നമ്മളുടെ ആദ്യം നമുക്ക് എന്താണ് ട്രാൻസ്ഫോർമേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് നോക്കാം. നോക്കൂ, ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുമ്പോൾ sentence transformation refers to the change in the form and structure of a sentence without altering its meaning. അതായത് ഒരു സെന്റൻസിന്റെ അർത്ഥം മാറ്റാൻ പാടില്ല, മീനിങ് മാറ്റാതെ ആ സെന്റൻസിനെ മറ്റൊരു തരത്തിലേക്ക്, അതായത് അതിന്റെ സ്ട്രക്ചർ, അതിന്റെ ഘടന കണ്ടോ, റെഫേഴ്സ് ടു ചേഞ്ച് ഇൻ ദ ഫോം ആൻഡ് സ്ട്രക്ചർ. അപ്പോൾ നമുക്കൊരു സെന്റൻസിന്റെ ഫോമും സ്ട്രക്ചറും മാറ്റാം. ചേഞ്ച് ഫോം ആൻഡ് സ്ട്രക്ചർ, ഇത് രണ്ടും നമുക്ക് എന്ത് ചെയ്യാം, മാറ്റാം. വിത്തൗട്ട് ഓൾട്ടറിങ് ഇറ്റ്സ് മീനിങ്, അതിന്റെ മീനിങ് മാറ്റാൻ പാടില്ല. അപ്പോൾ ഇതാണ് നമ്മളിവിടെ ചെയ്യുന്നത്. നോക്കൂ, നമ്മൾ ആദ്യം എന്താ ചെയ്യുന്നത്, കൺവേർഷൻ ഓഫ് സിമ്പിൾ സെന്റൻസസ് ടു കോമ്പൗണ്ട്. നമ്മൾ ആദ്യം ചെയ്യുന്നത് സിമ്പിൾ സെന്റൻസിനെ കോമ്പൗണ്ടിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ നമ്മൾ മുൻപ് പറഞ്ഞിട്ടുള്ളതാണ്, നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടായിരിക്കും എന്താണ് സിമ്പിൾ സെന്റൻസ് എന്ന് പറഞ്ഞാൽ. കാരണം അതും അറിയണം, കോമ്പൗണ്ട് എന്താണെന്ന് അറിയണം, എന്നാലല്ലേ അതിൽ മറ്റേലേക്ക് മാറ്റാൻ പറ്റുള്ളൂ. അപ്പോൾ നോക്കൂ, സിമ്പിൾ സെന്റൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എ സെന്റൻസ് വിത്ത് വൺ മെയിൻ ക്ലോസ്. അതായത് സിമ്പിൾ സെന്റൻസ് എന്ന് പറയുമ്പോൾ അതിൽ ഒരു മെയിൻ ക്ലോസ് ഉണ്ടാവും, വിത്ത് വൺ മെയിൻ ക്ലോസ്. ഇനി എന്താ മെയിൻ ക്ലോസ് എന്ന് പറഞ്ഞാൽ, അതായത് കണ്ടെയ്ൻ എ സിംഗിൾ സബ്ജക്റ്റ് ആൻഡ് എ പ്രെഡിക്കേറ്റ്. ഒരു സബ്ജക്റ്റും ഒരു പ്രെഡിക്കേറ്റും, അതായത് സബ്ജക്റ്റിന് ശേഷം വരുന്ന വെർബും ഒബ്ജക്റ്റും ചേർത്തിട്ടാണ് നമ്മൾ പ്രെഡിക്കേറ്റ് എന്ന് പറയാം. അപ്പം അത്തരത്തിൽ ഒരു സബ്ജക്റ്റും ഒരു പ്രെഡിക്കേറ്റും വരുന്ന വാചകമാണ് ഇത് സിമ്പിൾ സെന്റൻസ്. അതേ സമയത്ത് കോമ്പൗണ്ട് സെന്റൻസ് എന്ന് പറഞ്ഞാൽ എന്താ, കണ്ടെയ്ൻ ടു ഓർ മോർ മെയിൻ ക്ലോസസ്. ഇപ്പൊ നിങ്ങൾക്ക് മെയിൻ ക്ലോസ് എന്താണെന്ന് മനസ്സിലായില്ലേ. അങ്ങനത്തെ മെയിൻ ക്ലോസ് പറഞ്ഞാൽ ഒരു സബ്ജക്റ്റ് ഒരു പ്രെഡിക്കേറ്റ്, അങ്ങനത്തെ ഒന്നിൽ കൂടുതൽ വേണം. ഒന്നിൽ കൂടുതൽ എന്ന് പറയുമ്പോൾ ചുരുങ്ങിയത് രണ്ടെണ്ണെങ്കിലും വേണം, അല്ലേ. കണ്ടെയ്ൻ ടു ഓർ മോർ മെയിൻ ക്ലോസസ്, അതായത് അപ്പോ ഒന്നിൽ കൂടുതൽ എന്ന് പറയുമ്പോൾ രണ്ട് മെയിൻ ക്ലോസ് വേണം. മെയിൻ ക്ലോസ് എന്ന് പറഞ്ഞാൽ ഒരു സബ്ജക്റ്റും ഒരു പ്രെഡിക്കേറ്റും, അങ്ങനത്തെ രണ്ടെണ്ണം വേണം. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഈ രണ്ടെണ്ണത്തെ, അതായത് കോമ്പൗണ്ട് സെന്റൻസിൽ കോർഡിനേറ്റിംഗ് കൺജങ്ഷൻ ഉപയോഗിച്ചിട്ട് യോജിപ്പിക്കുകയാണ് ചെയ്യുക. അതൊക്കെ നമുക്കറിയാം. ഇനി എങ്ങനെയാണ് നമ്മൾ ഒരു സിമ്പിൾ സെന്റൻസിനെ കോമ്പൗണ്ടിലേക്ക് മാറ്റുക എന്നുള്ളതാണ്. സിമ്പിൾ സെന്റൻസിനെ എങ്ങനെ കോമ്പൗണ്ടിലേക്ക് മാറ്റാം. അപ്പൊ എങ്ങനെ മാറ്റാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെ മുൻപിൽ അതിന് നമുക്ക് രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. അതായത് ഒന്നാമത്തെ കാര്യം, എലാബറേറ്റിംഗ് എ വേർഡ് ഓർ ഫ്രേസ് ഇൻ ടു എ ക്ലോസ്. അതായത് ഒരു സിമ്പിൾ സെന്റൻസ് എന്ന് പറയുമ്പോൾ അതിൽ ഒരു സബ്ജക്റ്റും ഒരു പ്രെഡിക്കേറ്റുമാണ് ഉണ്ടാവുക. അപ്പൊ അതുകൊണ്ട് അതായത് ഒരു മെയിൻ ക്ലോസ് ഉണ്ടായിരിക്കും. ആ മെയിൻ ക്ലോസിനകത്ത് വന്നിരിക്കുന്ന
ഏതെങ്കിലും ഒരു വാക്കിനെയോ ഫ്രേസിനെയോ ക്ലോസ് ആക്കി മാറ്റാം. അതായത് അതിലുള്ള ഏതെങ്കിലും ഒരു വേർഡ് അല്ലെങ്കിൽ ഒരു ഫ്രേസിനെ നമ്മൾ എന്താക്കി മാറ്റുക, വേർഡിനെ അല്ലെങ്കിൽ ഫ്രേസിനെ നമ്മൾ ക്ലോസ് ആക്കിയിട്ട് മാറ്റണം, ക്ലോസ്. ഇനി രണ്ടാമത് കണക്റ്റിംഗ് ദ ക്ലോസസ് വിത്ത് കോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ്. അപ്പൊ ആദ്യം പറഞ്ഞത്, അതായത് അതൊരു സിമ്പിൾ സെന്റൻസ് എന്ന് പറയുമ്പോൾ അതിലൊരു മെയിൻ ക്ലോസ് ഉണ്ടായിരിക്കും. ഇന്ന് നമ്മൾ ചെയ്യേണ്ടത് അതിനെ കൂടാതെ അതിലുള്ള ഏതെങ്കിലും ഒരു വാക്ക് അല്ലെങ്കിൽ ഒരു ഫ്രേസ് അതിനെ കൂടി എന്താക്കി മാറ്റുക, ക്ലോസ് ആക്കുക. അപ്പൊ എത്രണ്ണായി? രണ്ടെണ്ണായി. എന്നിട്ട് രണ്ടെണ്ണത്തിന് തമ്മിൽ കണക്ട് ചെയ്യുന്നതിന് വേണ്ടി എന്ത് ചെയ്യാം, കോർഡിനേറ്റിംഗ് കൺജങ്ഷൻ ഉപയോഗിക്കാം. ഏതുപോലെ? ആൻഡോ, ബട്ടോ, ഓറോ, എറ്റ്, ഫോർ, നോട്ട് ഓൺലി ബട്ട് ആൾസോ എക്സെട്ര. ഇതുപോലത്തെ കൺജങ്ഷൻസ് ഉപയോഗിച്ചിട്ട് കണക്ട് ചെയ്യാം. അപ്പൊ അതിനകത്ത് എത്ര എണ്ണം വന്നു? രണ്ട് മെയിൻ ക്ലോസ് വന്നു. ഇങ്ങനെ കാട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സിമ്പിൾ സെന്റൻസിനെ കോമ്പൗണ്ടിക്ക് മാറ്റാം. പ്രധാനമായിട്ടും അറിയേണ്ടത് സിമ്പിൾ സെന്റൻസ് എന്ന് പറയുമ്പോൾ ഒരു മെയിൻ ക്ലോസ്, കോമ്പൗണ്ട് എന്ന് പറയുമ്പോൾ ഒന്നിൽ കൂടുതൽ മെയിൻ ക്ലോസ് വേണം കേട്ടോ. മെയിൻ ക്ലോസ് എന്ന് പറഞ്ഞാൽ സബ്ജക്റ്റും വെർബും ഉള്ളത്. ഇനി നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കാം. നോക്കൂ, ബിസൈഡ്സ് ബീയിങ് ഡിലിജന്റ് ഹി ഈസ് റാഷണൽ. ഇതൊരു സിമ്പിൾ സെന്റൻസ് ആണ്. അപ്പൊ എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ സെന്റൻസിനകത്ത് ഒരു മെയിൻ ക്ലോസ് ഉള്ളൂ. അതേതാണ്? ഹി ഈസ് റാഷണൽ. അതായത് ഹി എന്നുള്ളത് സബ്ജക്റ്റും ഈസ് എന്നുള്ളത് എന്താണ്? വെർബുമാണ്. അപ്പൊ സബ്ജക്റ്റും വെർബും വന്നു, അതൊരു ക്ലോസ് ആണ്, ഒരു മെയിൻ ക്ലോസ്. പിന്നെ അതിന്റെ കൂടാതെ തുടക്കത്തിൽ വന്നത് ബിസൈഡ്സ് ബീയിങ് ഡിലിജന്റ് എന്നുള്ളതാണ്. ബിസൈഡ്സ് ബീയിങ് ഡിലിജന്റ് അതൊരു ഫ്രേസ് ആണ്. ഫ്രേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കൂട്ടം വാക്കുകൾ. അതായത് ബിസൈഡ്സ് ബീയിങ് ഡിലിജന്റ്, ഇവിടെ 3 വാക്കുകളുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അതൊരു ഫ്രേസ് എന്ന് പറഞ്ഞത്. എന്നാൽ അതിനകത്തൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ, നമുക്ക് അതിനകത്തൊരു സബ്ജക്റ്റോ ഒരു വെർബോ അത്തരത്തിലൊന്നും കാണാൻ പറ്റുന്നില്ല. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആ ഫ്രേസിനെ കൂടി എന്താക്കി മാറ്റണം? ഒരു ക്ലോസ് ആക്കി അങ്ങോട്ട് മാറ്റണം. അവ 2 ക്ലോസ് ആയി കേട്ടോ. അപ്പൊ നോക്കുക, നമുക്ക് എല്ലാ സെന്റൻസും ഒരേ രീതിയിലല്ല ചെയ്യാം. ഓരോ സെന്റൻസ് അതിന് പറ്റിയ ഓരോ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം? മാറ്റണം. അപ്പൊ ഈ സെന്റൻസിന് നമ്മൾ എങ്ങനെ മാറ്റി എന്നുള്ളത് നോക്കൂ കേട്ടോ. അപ്പൊ ഈ സെന്റൻസിൽ നമ്മൾ ചെയ്തത് നോട്ട് ഓൺലി ബട്ട് ആൾസോ ചേർക്കുക ചെയ്തത്. നോട്ട് ഓൺലി ബട്ട് ആൾസോ ചേർത്തു. അതായത് ഇവിടെ നമ്മൾ ആ സെന്റൻസ് ഇങ്ങനെയാണ്: ബിസൈഡ്സ് ബീയിങ് ഡിലിജന്റ്. ഡിലിജന്റ് ആണെന്നുള്ളതിനെ കൂടാതെ, ഡിലിജന്റ് ആണെന്നുള്ളത് കൂടാതെ ഹി ഈസ് റാഷണൽ, അയാൾ റാഷണലും കൂടിയാണ്. അപ്പൊ ഇവിടെ ഈ വ്യക്തിയുടെ 2 സവിശേഷതയാണ് പറഞ്ഞത്, 2 കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന് ഡിലിജന്റ് ആണ്, മറ്റൊന്ന് റാഷണൽ ആണ് കേട്ടോ. ബിസൈഡ്സ് അതിനു പുറമെ, ബിസൈഡ്സ് ബീയിങ് ഡിലിജന്റ്, ഡിലിജന്റ് എന്നുള്ളത് കൂടാതെ ഹി ഈസ് റാഷണൽ, അയാൾ എന്തും കൂടിയാണ്? റാഷണൽ ആണ്. അപ്പൊ ഇവിടെ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരാളുടെ 2 കാര്യങ്ങളാ പറഞ്ഞത്. ആ 2 കാര്യങ്ങൾ ഇവിടെ എന്ത് ചെയ്തു? നോട്ട് ഓൺലി ബട്ട് ആൾസോ വെച്ച് ചേർക്കുക ചെയ്തത്. അപ്പൊ അത് കോമ്പൗണ്ട് സെന്റൻസ് ആയി. ഒന്ന് നോക്കി നോക്കൂ, ഹി ഈസ് നോട്ട് ഓൺലി ഡിലിജന്റ്, അയാള് ഡിലിജന്റ് മാത്രമല്ല ബട്ട് ആൾസോ റാഷണൽ. അപ്പൊ നമ്മൾ ഇതാണ് മനസ്സിലാക്കി വെക്കേണ്ടത്. അപ്പൊ ഇത്തരത്തില് ഒരു വ്യക്തിയുമായി ബന്ധപ്പെട്ട 2 കാര്യങ്ങൾ പറയുമ്പോൾ നമുക്ക് നോട്ട് ഓൺലി ബട്ട് ആൾസോ വെച്ചിട്ട് എന്ത് ചെയ്യാം? കണക്ട് ചെയ്യാം. അങ്ങനെ കണക്ട് ചെയ്യുമ്പോൾ ആ സെന്റൻസ് എന്തായിട്ട് മാറും? കോമ്പൗണ്ട് ആയിട്ട് മാറും. ഇനി അടുത്തത് നോക്കൂ, ഇൻസ്പൈറ്റ് ഓഫ് ഹിസ് പോപ്പുലാരിറ്റി, അയാൾക്ക് പോപ്പുലാരിറ്റി ഉണ്ടെങ്കിലും ഹി ഫെയിൽഡ് ഇൻ ദ പോൾ, പോളില് അയാൾ പരാജയപ്പെട്ടു. അയാൾക്ക് പോപ്പുലാരിറ്റി ഉണ്ടെങ്കിലും, നമ്മൾ ഇലക്ഷൻ്റെ ഒക്കെ പോള് പറയില്ലേ, പോളില് അയാൾ പരാജയപ്പെട്ടു. പോപ്പുലാരിറ്റി ഉണ്ടെങ്കിലും
ഹി ഫെയിൽഡ് ഇൻ ദ പോൾ. അപ്പൊ ഹി ഫെയിൽഡ് ഇൻ ദ പോൾ എന്നുള്ളത് എന്താണ്? ഒരു മെയിൻ ക്ലോസ് ആണ്. ഹി എന്നുള്ളത് സബ്ജക്റ്റ്, ഫെയിൽഡ് എന്നുള്ളത് വെർബ്. ഇനി നമ്മൾ ഇതിൽ ഫ്രേസ് വന്നത് ഇൻസ്പൈറ്റ് ഓഫ് ഹിസ് പോപ്പുലാരിറ്റി എന്നുള്ളതാണ്. അതിനെ കൂടി നമ്മൾ എന്ത് ചെയ്യാം? ക്ലോസ് ആക്കി മാറ്റുക. അവ രണ്ടെണ്ണമായി കേട്ടോ. അപ്പൊ എന്തായി മാറി? രണ്ടെണ്ണം. നോക്കൂ എന്താ ഇവിടെ ചെയ്ത് നോക്കൂ. ഹി വാസ് പോപ്പുലർ. അപ്പൊ അത് ക്ലോസ് ആയി. ഹി വാസ് പോപ്പുലർ. ഹി എന്നുള്ളത് സബ്ജക്റ്റ്, വാസ് എന്നുള്ളത് വെർബ്. പോപ്പുലാരിറ്റി പോപ്പുലർ ആക്കി മാറ്റി, അഡ്ജക്റ്റീവ് ആക്കിയിട്ട് മാറ്റി. ഹി വാസ് പോപ്പുലർ. അദ്ദേഹം പോപ്പുലർ ആയിരുന്നു. പക്ഷേ ഹി ഫെയിൽഡ് ഇൻ ദ പോൾ. പോളിൽ പരാജയപ്പെട്ടു. അപ്പൊ അവിടെ രണ്ട് സെന്റൻസ് വന്നു. ഏതൊക്കെയാ? ഒന്ന് ഹി വാസ് പോപ്പുലർ, അതൊരു മെയിൻ ക്ലോസ്. മറ്റൊന്ന് ഹി ഫെയിൽഡ് ഇൻ ദ പോൾ, രണ്ട് മെയിൻ ക്ലോസ്. ഇത് രണ്ടിനെയും തമ്മിൽ ബന്ധിപ്പിക്കാൻ ബട്ട് എന്ന് പറയുന്ന കൺജങ്ഷനും. അപ്പൊ രണ്ട് ക്ലോസ് വന്നില്ലേ? ആദ്യം ഒരു ഒറ്റ ക്ലോസേ ഉണ്ടായിരുന്നുള്ളൂ, പിന്നെ ഒരു ഫ്രേസ് ആണ് കൂടെ വന്നത്. ആ ഫ്രേസിനെയാണ് എന്താക്കിയത്? ക്ലോസ് ആക്കിയത് കേട്ടോ. ഇനി നോക്കൂ, ഹി വാസ് ടോൾ ഇനഫ് ടു ക്യാച്ച് ദാറ്റ് ബോൾ. ആ ബോൾ പിടിക്കാൻ മാത്രം ഹൈറ്റ് അയാൾക്കുണ്ട്. ആ ബോൾ പിടിക്കാൻ മാത്രം ഹൈറ്റ് അയാൾക്കുണ്ട്. ഇവിടെ ഒറ്റ ക്ലോസ് ഉള്ളൂ, ഒറ്റ സെന്റൻസ് ആണ്. ബാള് പിടിക്കാൻ മാത്രം. ഇതില് സബ്ജക്റ്റ് ഹി എന്നുള്ളതാണ്, വെർബ് ഈസ് എന്നുള്ളതാണ്. ഈ സെന്റൻസ് നമ്മൾ മുറിച്ചിട്ട് രണ്ടെണ്ണം ഉണ്ടാക്കണം, രണ്ട് ക്ലോസ് ആക്കി മാറ്റണം. നമുക്ക് മലയാളത്തിൽ പറഞ്ഞു നോക്കൂ. ഒന്നിങ്ങനെ പറയാൻ പറ്റും, അയാൾ വളരെ ടോളാണ്, അതുകൊണ്ട് ആ പന്ത് പിടിക്കാൻ കഴിഞ്ഞു. വളരെ ടോളാണ്, പന്ത് പിടിക്കാൻ കഴിഞ്ഞു കേട്ടോ. വളരെ ടോളാണ്, പന്ത് പിടിക്കാൻ കഴിഞ്ഞു. രണ്ട് സെന്റൻസ് ആയില്ലേ? അതായത് പന്ത് പിടിക്കാൻ മാത്രം ഹൈറ്റ് ഉണ്ട്, ടോളാണ് അയാൾ. പന്ത് പിടിക്കാൻ മാത്രം ടോളാണ് അയാൾ എന്ന് പറഞ്ഞാൽ ഒറ്റ സെന്റൻസ് ആണ്. നമ്മൾ അതിനെ മുറിച്ചു. അയാൾ ടോളാണ്, പന്ത് പിടിക്കാൻ കഴിഞ്ഞു. അപ്പൊ നമുക്ക് ഇംഗ്ലീഷിൽ പറഞ്ഞു നോക്കാം. എങ്ങനെ പറയുന്നത്? ഹി ഈസ് വെരി ടോൾ, ഒരു സെന്റൻസ്. അയാൾ വളരെ ടോളാണ്. രണ്ടാമത്തെ സെന്റൻസ് ഹി ക്യാൻ ക്യാച്ച് ദ ബോൾ, അയാൾക്ക് ബോൾ പിടിക്കാൻ കഴിഞ്ഞു. അപ്പൊ ഇവിടെ രണ്ട് സെന്റൻസ് എന്ന് പറഞ്ഞാൽ രണ്ട് ക്ലോസ്, അതായത് കോമ്പൗണ്ട്. ഈ രണ്ടിനെ തമ്മിൽ കൂട്ടിച്ചേർക്കണം. അതിന് വേണ്ടിയിട്ട് ഇവിടെ ആൻഡ് എന്ന് പറയുന്ന കൺജങ്ഷൻ ഉപയോഗിച്ചു. ഒന്ന് ആൻസർ കംപ്ലീറ്റ് പറയാം, ശ്രദ്ധിച്ചോളൂ. ഹി ഈസ് വെരി ടോൾ ആൻഡ് ഹി ക്യാൻ ക്യാച്ച് ദ ബോൾ. ഹി ക്യാൻ ക്യാച്ച് ദ ബോൾ, കോമ്പൗണ്ട്. ഇനി അടുത്തത് നോക്കൂ. ഓവിങ് ടു ഹെവി റെയിൻ, ശക്തമായ മഴ കാരണം. ഓവിങ് ടു ഹെവി റെയിൻ, ശക്തമായ മഴ കാരണം ദ അതോറിറ്റീസ് ക്യാൻസൽഡ് ദ മാച്ച്, അധികാരികള് മാച്ച് ക്യാൻസൽ ചെയ്തു. ഇവിടെ ഒന്ന് ഫ്രേസ് ആണ് ഏത്? മഴ കാരണം. ഓവിങ് ടു ഹെവി റെയിൻ, ശക്തമായ മഴ കാരണം. അപ്പൊ അതുകൊണ്ട് ഇവിടെ മഴ കാരണം കളി ക്യാൻസൽ ചെയ്തു. കളി ക്യാൻസൽ ചെയ്തു എന്നുള്ളത് ഒരു ക്ലോസ് ആണ്. എന്നാൽ മഴ കാരണം എന്നുള്ളത് ക്ലോസ് അല്ല. കാരണം അതിന് സബ്ജക്റ്റും വെർബും ഇല്ല, അതൊരു ഫ്രേസ് മാത്രമേ ഉള്ളൂ, ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് മാത്രമാണ്. നമ്മൾ അതിനെ ഒരു സെന്റൻസിക്ക് മാറ്റണം, ഒരു ക്ലോസിക്ക് മാറ്റുക. എങ്ങനെ മാറ്റുക? നല്ല മഴയുണ്ടായിരുന്നു എന്നൊരു അടുത്ത സെന്റൻസ് ആക്കിയിട്ട് എന്ത് പറയാ? അതോറിറ്റീസ് കളി ക്യാൻസൽ ചെയ്തു. ഒന്ന് പറഞ്ഞു നോക്കൂ. ഇറ്റ് വാസ് റെയിനിങ് ഹെവിലി, ശക്തമായിട്ട് മഴ പെയ്തിരുന്നു. കണ്ടോ? ഓവിങ് ടു ഹെവി റെയിൻ, ശക്തമായ മഴ പെയ്തത് കൊണ്ട്, ഇന്ന കാരണത്താൽ. അപ്പൊ മഴ പെയ്തത് കൊണ്ട് എന്നുള്ളത് എന്താക്കി മാറ്റി? ശക്തമായിട്ട് മഴ പെയ്തു. ഇറ്റ് വാസ് റെയിനിങ് ഹെവിലി, ശക്തമായിട്ട്, ഹെവി ആയിട്ട് മഴ പെയ്തിരുന്നു. ആൻഡ് രണ്ടാമത്തേത് ഏതാ? ദ അതോറിറ്റീസ് ക്യാൻസൽഡ് ദ മാച്ച്, അതോറിറ്റീസ് മാച്ച് ക്യാൻസൽ ചെയ്തു. അപ്പൊ ഒറ്റ സെന്റൻസിനുള്ളിൽ നിന്നും രണ്ട് സെന്റൻസ് ഉണ്ടാക്കി. അതായത് ഒന്നാമത്തെ ആ ഒരു ക്ലോസ് വന്നതിന് അങ്ങനെ ഉപയോഗിച്ചു, പക്ഷെ പിന്നെ എന്ത് ചെയ്തു? ഫ്രേസ് ഉണ്ടല്ലോ, ഫ്രേസിനെ കൂടി ഒരു സെന്റൻസ് ആക്കി മാറ്റി. ഇനി അടുത്തത് നോക്കൂ. യു മസ്റ്റ് ഹാവ് പെർസീവറൻസ് ടു അച്ചീവ് സക്സസ് ഇൻ യുവർ ലൈഫ്.
നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ വിജയം വരിക്കുന്നതിന് തീർച്ചയായിട്ടും കഠിനാധ്വാനം ചെയ്യണം. കഠിനാധ്വാനം ചെയ്യണം. ഇവിടെയും ഒരു വാക്കുള്ളൂ. ദാറ്റ് മീൻസ് ഒരൊറ്റ സെന്റൻസ് ഉള്ളൂ. ആ സെന്റൻസ് കുറച്ച് വലിപ്പമുണ്ട് എന്നുള്ളൂ. ഏത്? യു മസ്റ്റ് ഹാവ് പെർസീവറൻസ് ടു അച്ചീവ് സക്സസ് ഇൻ യുവർ ലൈഫ്. ഒരൊറ്റ ഒന്നുള്ളൂ. അതായത് യു എന്നുള്ളത് സബ്ജക്റ്റ്, മസ്റ്റ് ഹാവ് എന്നുള്ളത് ഇതിലെ വെർബും കേട്ടോ. അതായത് മസ്റ്റ് ഓക്സിലറിയും ഹാവ് എന്നുള്ളത് ഇവിടെ വെർബാണ്. ഇതിനെ നമ്മൾ രണ്ടെണ്ണാക്കി മാറ്റന്നെ വേണം. അപ്പൊ അത് നമ്മളെ യുക്തിയാണ്. അപ്പൊ നോക്കി നോക്കുക എങ്ങനെ ചെയ്തതെന്ന്. അതായത് യു മസ്റ്റ് ഹാവ് പെർസീവറൻസ്, അതിവിടെ ഓൾറെഡി ഉള്ളതാണ്. അതായത് നിങ്ങൾ കഠിനാധ്വാനം ചെയ്യണം. നിങ്ങൾ കഠിനാധ്വാനം ചെയ്യണം. പിന്നെ ആ സെന്റൻസിന്റെ ബാക്കി ഇങ്ങനെയാണ്: ടു അച്ചീവ് സക്സസ് ഇൻ യുവർ ലൈഫ്. നിങ്ങളുടെ ജീവിതത്തിൽ വിജയിക്കുന്നതിന് കഠിനാധ്വാനം ചെയ്യണം. അപ്പൊ ഇവിടെ ഈ സെന്റൻസ് മുറിച്ച് രണ്ടെണ്ണം ഉണ്ടാക്കി. ഒന്ന് ഇതാണ്: നിങ്ങൾ കഠിനാധ്വാനം ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾ വിജയിക്കൂല. അങ്ങനെ ആക്കി. നിങ്ങൾ വിജയിക്കുന്നതിന് കഠിനാധ്വാനം ചെയ്യണം എന്നുള്ളതിനെ നിങ്ങൾ കഠിനാധ്വാനം ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾ വിജയിക്കൂല. രണ്ടാമത്തെ സെന്റൻസ് അങ്ങനെ ഉണ്ടാക്കി. അപ്പൊ നോക്കി നോക്കൂ. യു മസ്റ്റ് ഹാവ് പെർസീവറൻസ്. നിങ്ങൾ കഠിനാധ്വാനം ചെയ്യണം, തീർച്ചയായിട്ടും കഠിനാധ്വാനം ചെയ്യണം. ഓർ അല്ലെങ്കിൽ യു വിൽ നോട്ട് അച്ചീവ് സക്സസ് ഇൻ യുവർ ലൈഫ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് വിജയം ഉണ്ടാകില്ല. പക്ഷെ ആദ്യത്തെ സെന്റൻസ് എങ്ങനെയായിരുന്നു? നിങ്ങൾ ജീവിതത്തിൽ വിജയിക്കുന്നതിന് കഠിനാധ്വാനം ചെയ്യണം. അതിനെ രണ്ടാക്കി മുറിച്ചു. നിങ്ങൾ ലൈഫിൽ കഠിനാധ്വാനം ചെയ്യണം. യു മസ്റ്റ് ഹാവ് പെർസീവറൻസ്. നിങ്ങളുടെ ലൈഫിൽ കഠിനാധ്വാനം ഉണ്ടായിരിക്കണം. എന്നിട്ട് രണ്ടാമത്തെ വേറൊരു സെന്റൻസ് ആക്കി കൊടുത്തു. അല്ലെങ്കിൽ ഓർ യു വിൽ നോട്ട് ഹാവ് സക്സസ് ഇൻ യുവർ ലൈഫ്, ഓർ യു വിൽ നോട്ട് അച്ചീവ് സക്സസ് ഇൻ യുവർ ലൈഫ്. ഇനി അടുത്തത്: സീയിങ് ഹിസ് ഫ്രണ്ട്സ്, കിരൺ വാക്ക്ഡ് ടുവേർഡ്സ് ദം. സീയിങ് ഹിസ് ഫ്രണ്ട്സ്, ഫ്രണ്ട്സിനെ കണ്ടപ്പോൾ. അതും ഒരു ഫ്രേസാണ്. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് സീയിങ് എന്നുള്ളത് ഒരിക്കലും വെർബല്ല, അതൊരു ING രൂപമാണ്. അതുകൊണ്ട് തന്നെ സീയിങ് ഹിസ് ഫ്രണ്ട്സ്, അവന്റെ ഫ്രണ്ട്സിനെ കണ്ടപ്പോൾ. കിരൺ വാക്ക്ഡ്, അതൊരു ക്ലോസാ. ഒരു ക്ലോസ് ഉണ്ട്, ഒരു ക്ലോസ് ഉണ്ട്. ഇനി ഇപ്പുറത്തു കൂടി എന്തുണ്ടാക്കിയാൽ മതി? ക്ലോസ് ഉണ്ടാക്കിയാൽ മതി. അതിനെന്തു ചെയ്യാ? സീയിങ് ഹിസ് ഫ്രണ്ട്സ് എന്നുള്ളതിനെ നമ്മളൊന്ന് മാറ്റിയിട്ട് അതിനെ നമ്മൾ വെർബാക്കി മാറ്റുക. എങ്ങനെ? സോമാക്കി മാറ്റുക. സബ്ജക്റ്റ് കൊടുക്കുക ആര്? കിരൺ തന്നെ. അപ്പൊ എങ്ങനെ വരിക? സീയിങ് ഹിസ് ഫ്രണ്ട്സ് എന്നുള്ളത് മാറ്റിയിട്ട് നമ്മൾ ഇങ്ങനെ എഴുതുക. എങ്ങനെ? കിരൺ സോ. സീയിങ് മാറ്റിയിട്ട് സോ. കിരൺ സോ ഹിസ് ഫ്രണ്ട്സ്. കിരൺ അവന്റെ കൂട്ടുകാരെ കണ്ടു. ഒന്നാമത്തെ സെന്റൻസ് ഒരു ക്ലോസ് കിട്ടി. കിരൺ സോ ഹിസ് ഫ്രണ്ട്സ്. കിരൺ അവന്റെ കൂട്ടുകാരെ കണ്ടു. രണ്ടാമത്തെ സെന്റൻസ് ഇതിൽ തന്നെ ഉണ്ട്. എന്തുണ്ട്? കിരൺ വാക്ക്ഡ് ടുവേർഡ്സ് ദം. ഈ രണ്ട് സെന്റൻസിന് എന്ത് ചെയ്യാം? ആൻഡ് ഇട്ട് അങ്ങോട്ട് കൂട്ടിച്ചേർക്കാം. ആൻഡ് ഇട്ട് കൂട്ടിച്ചേർക്കുമ്പോൾ ഒരു കാര്യം ചെയ്യണം. ഒന്നാമത്തെ സെന്റൻസിലുള്ള കിരൺ തന്നെയാണ് രണ്ടാമത്തെ സെന്റൻസിലും സബ്ജക്റ്റ് ആയിട്ട് വരുന്നത്. കിരൺ കൂട്ടുകാരെ കണ്ടു, കിരൺ വീട്ടിലേക്ക് നടന്നു. അപ്പൊ രണ്ട് പ്രാവശ്യം കിരൺ എന്ന് പറയണ്ട, സബ്ജക്റ്റ് സെയിം ആയതുകൊണ്ട്. അതുകൊണ്ട് രണ്ടാമത്തതിൽ നിങ്ങൾ ആ സബ്ജക്റ്റ് ഒഴിവാക്കിക്കോളൂ, കാരണം സെയിം ആയതുകൊണ്ടാണ്. അതായത് കൂട്ടുകാരെ കണ്ടിട്ട് വീട്ടിലേക്ക് നടന്നത് വേറെ ആരാ ആണെങ്കിൽ, ബാബു ആണെങ്കിൽ അവിടെ കൊടുക്കാം, ശരി കിരൺ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് ആവർത്തിക്കണ്ട. ആൻസർ എങ്ങനെ വരിക? കിരൺ സോ ഹിസ് ഫ്രണ്ട്സ്. കിരൺ കൂട്ടുകാരെ കണ്ടു. എന്നിട്ടോ ആൻഡ് വാക്ക്ഡ് നടന്നു. ആരാണ്? കിരൺ തന്നെ. വാക്ക്ഡ് ടുവേർഡ്സ് ദം അവരുടെ അടുത്തേക്ക്. അടുത്തത് നോക്കൂ. ഒബേയിങ് ദെയർ ടീച്ചേഴ്സ് വേർഡ്സ്. ദ സ്റ്റുഡൻസ് സ്റ്റോപ്പ്ഡ് ടോക്കിംഗ് ടു ഈച്ച് അതർ. ടീച്ചറിന്റെ വാക്കനുസരിച്ച് കുട്ടികള് സംസാരം നിർത്തി. കണ്ടോ? ഇവിടെ ദ സ്റ്റുഡൻസ് സ്റ്റോപ്പ്ഡ് ടോക്കിംഗ്. ദ സ്റ്റുഡൻസ്
സ്റ്റോപ്പ്ഡ് ടോക്കിംഗ് എന്നുള്ളത് എന്താണ്? ഒരു ക്ലോസ് ആണ്. എന്നാൽ ഇപ്പുറത്ത് ക്ലോസ് ഇല്ല, ഫ്രേസ് ഉള്ളൂ. ഏത്? ഒബേയിങ് ദയർ ടീച്ചേഴ്സ് വേർഡ്സ്. അതിൽ വെർബില്ല, ഒബേയിങ് ആണ്. നമ്മൾ നേരത്തെ കാട്ടിയ പോലെ തന്നെ ഇവിടെയും സബ്ജക്റ്റും വെർബും ഉണ്ടാക്കുക അല്ലെ? ആരാ സബ്ജക്റ്റ്? കുട്ടികൾ തന്നെ. ദ സ്റ്റുഡൻസ് ഒബേയ്ഡ് ദയർ ടീച്ചേഴ്സ് വേർഡ്സ്. കണ്ടോ? ദ സ്റ്റുഡൻസ് ഒബേയ്ഡ് അനുസരിച്ചു, ദയർ ടീച്ചേഴ്സ് വേർഡ്സ് അതേപോലെ തന്നെ അവരുടെ ടീച്ചറിന്റെ വാക്ക് അവർ അനുസരിച്ചു. ഇനി രണ്ടാമത്തത് എന്താ? ദ സ്റ്റുഡൻസ് സ്റ്റോപ്പ്ഡ് ടോക്കിംഗ് ടു ഈച്ച് അതർ. ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആൻഡ് ചേർത്തിട്ട് രണ്ടാമത്തേനെ കൂട്ടിച്ചേർക്കുക. രണ്ടാമത്തേത് ദ സ്റ്റുഡൻസ്. അപ്പോൾ ആ സ്റ്റുഡൻസ് തന്നെ സബ്ജക്റ്റ്, അത് ഒരു വട്ടം വന്നു, അതുകൊണ്ട് രണ്ടാമത് വേണ്ട, ഒഴിവാക്കുക. എന്നിട്ട് ആൻസർ ഒന്ന് പറയാം. എങ്ങനെ വരിക? ദ സ്റ്റുഡൻസ് ഒബേയ്ഡ് ദയർ ടീച്ചേഴ്സ് വേർഡ്സ് ആൻഡ് സ്റ്റോപ്പ്ഡ് ടോക്കിംഗ് ടു ഈച്ച് അതർ. അപ്പോൾ ഇതാണ് ഏത്? സിമ്പിൾ സെന്റൻസിനെ കോമ്പൗണ്ടിലേക്ക്. അപ്പൊ ഇവിടെ വ്യത്യസ്തമായിട്ടുള്ള സിമ്പിൾ സെന്റൻസ് തന്നു. അപ്പോൾ സിമ്പിൾ സെന്റൻസ് വ്യത്യസ്തമാകുമ്പോൾ കോമ്പൗണ്ടിലേക്ക് മാറ്റുന്നതിലും എന്തുണ്ട്? പല രീതിയിൽ. എല്ലാ സെന്റൻസും ഒരേപോലെ അല്ല. ഇവിടെ നമ്മൾ നോട്ട് ഓൺലി ബട്ട് ആൾസോ വെച്ച് ചെയ്തു. അതുപോലെ തന്നെ ഇൻസ്പൈറ്റ് ഓഫ് വന്നപ്പോ രണ്ട് സെന്റൻസ് ആക്കി ബട്ട് ചേർത്തു. പിന്നെ അതുപോലെ തന്നെ ആൻഡ് ചേർത്തു അല്ലെ? പിന്നെ ING രൂപം വന്നപ്പോ അല്ലെ, ഓവിങ്ങും അതുപോലെ തന്നെ സീയിങ് ഒക്കെ വന്നപ്പോ എന്ത് ചെയ്തു? സബ്ജക്റ്റും വെർബും ആഡ് ചെയ്തിട്ട് വെർബ് രൂപത്തിലേക്ക് സബ്ജക്റ്റ് കൊടുത്ത് വെർബിലേക്ക് മാറ്റി. രണ്ടാമത്തെ സെന്റൻസിൽ സെയിം സബ്ജക്റ്റ് വന്നപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? അത് ഒഴിവാക്കി. അപ്പൊ ഇങ്ങനെ പല തരത്തിലുള്ള സിമ്പിൾ സെന്റൻസ് പല തരത്തിൽ കോമ്പൗണ്ടിലേക്ക് മാറ്റി. അപ്പൊ അതൊന്ന് മനസ്സിലാക്കി വെക്കുക. എന്നാലാണ് സമാനമായ എക്സാമ്പിൾസ് വന്നാൽ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി ഇതിന്റെ നേരെ വിപരീതം അടുത്തത് നമ്മൾ ചെയ്യാൻ പോകുന്നത് കോമ്പൗണ്ട് സെന്റൻസിനെ സിമ്പിളിലേക്ക്, കോമ്പൗണ്ടിനെ സിമ്പിളിലേക്ക്. ഇപ്പൊ ചെയ്തതിന്റെ നേരെ വിപരീതം ചെയ്യാം. അപ്പൊ നമുക്ക് അറിയാവുന്ന കാര്യമാണ്, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് എന്ത്? അതായത് കോമ്പൗണ്ട് സെന്റൻസിനെ സിമ്പിൾ സെന്റൻസിലേക്ക് മാറ്റാം. അങ്ങനെ മാറ്റുമ്പോൾ നമുക്കറിയാം ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് എ കോമ്പൗണ്ട് സെന്റൻസ് ക്യാൻ ബി ചേഞ്ച്ഡ് ഇൻടു സിമ്പിൾ സെന്റൻസ്. എങ്ങനെ? ബൈ കൺവേർട്ടിങ് എ ക്ലോസ് ഇൻടു എ ഫ്രേസ് ഓർ വേർഡ്. നേരത്തെ ചെയ്തതിന്റെ ഓപ്പോസിറ്റ്. ഒരു കോമ്പൗണ്ട് എന്ന് പറയുമ്പോൾ അതിൽ രണ്ട് മെയിൻ ക്ലോസ് ഉണ്ടാവും. ആദ്യത്തെ ഒരു മെയിൻ ക്ലോസിനെ കൺവേർട്ട് ചെയ്തിട്ട് ഇൻടു എ ഫ്രേസ് അല്ലെങ്കിൽ വേർഡ്. നമ്മൾ നേരത്തെ ചെയ്തത് ഒരു ക്ലോസ് ഉള്ളതിലെ ഒരു വേർഡിനെ ക്ലോസ് ആക്കി, ഒറ്റ ക്ലോസ് ഉള്ളതിലെ വേർഡിനെ ക്ലോസ് ആക്കി, അത് രണ്ട് ക്ലോസ് വരുത്തി. അങ്ങനെ രണ്ട് ക്ലോസ് ഉള്ളതത്തെ ഒരു ക്ലോസിനെ എന്തെന്നാക്കി മാറ്റുക? ഫ്രേസോ വേർഡ് തന്നെ ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടുവരാം. അങ്ങനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ കോമ്പൗണ്ട് എന്താവും? സിമ്പിൾ ആവും കേട്ടോ. ഇനി അതിനുള്ള ചില രീതികൾ ഏതൊക്കെയാ നോക്കാം. അതായത് നമ്മൾ ഇവിടെ 5 മെത്തേഡുകൾ, 5 രീതികൾ നമ്മളിവിടെ പഠിക്കുന്നുണ്ട്. എത്ര? 5 രീതികൾ. ഒന്നാമത്തേത് യൂസിങ് പാർട്ടിസിപ്പിയൽ കൺസ്ട്രക്ഷൻസ്. ഒന്നാമത്തേത് എന്ന് പറയുന്നത് പാർട്ടിസിപ്പിയൽ കൺസ്ട്രക്ഷൻസ് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. പാർട്ടിസിപ്പിൾ എന്ന് പറയുന്നത് നമുക്കറിയാം ING രൂപത്തിക്ക് മാറ്റാം. നമ്മൾ നേരത്തെ കണ്ടിരുന്നു, ഓർമ്മണ്ടോ? ING രൂപത്തെ വെർബിക്ക് മാറ്റി. ആ വെർബിനെ പാർട്ടിസിപ്പിയൽ എന്ന് പറഞ്ഞാൽ INGക്ക് തന്നെ മാറ്റാം. വെർബിനെ INGക്ക് തന്നെ മാറ്റാം. ഒന്ന് മറക്കണ്ട, ഓർത്ത് വെക്കാം. അപ്പൊ എക്സാമ്പിൾ നോക്കൂ. ദേ വാക്ക്ഡ് ത്രൂ ദ ജംഗിൾ. അവർ ജംഗിളിലൂടെ നടന്നു. ആൻഡ് ദേ സോ എ ലയൺ. അവരൊരു ലയണിനെ കണ്ടു. അപ്പൊ ഇവിടെ രണ്ട് സെന്റൻസ് ഉണ്ട്. ഒന്ന് ദേ വാക്ക്ഡ് ത്രൂ ദ ജംഗിളും, രണ്ട് ദേ സോ എ ലയണും. ഇതിലെ ഒന്നാമത്തെ സെന്റൻസിലെ വെർബ് ഏതാ? വെർബ് വാക്ക്ഡ്. അതിനെ നമ്മൾ ING രൂപം, അതാണ് എന്ത്? പാർട്ടിസിപ്പിയൽ കൺസ്ട്രക്ഷൻ. ING രൂപത്തിക്ക് മാറ്റാം. എന്നിട്ട് നമുക്ക് രണ്ട് ഭാഗത്തും സബ്ജക്റ്റ് വേണ്ട. നടന്നതും അവരെന്നെയാണ്, കണ്ടതും അവരെന്നെയാണ്. ഒരു സബ്ജക്റ്റിനെ ഒഴിവാക്കുകയും ചെയ്യാം. അപ്പൊ ആൻസർ എങ്ങനെ കിട്ടും? വാക്കിംഗ് ത്രൂ ദ ജംഗിൾ. ഇപ്പൊ ഇതിൽ വെർബില്ലല്ലോ.
വാക്കിഡ് എന്ന് പറയുന്ന വെർബിനെ നമ്മൾ പാർട്ടിസിപ്പിൾ കൺസ്ട്രക്ഷൻ നമ്മൾ പാർട്ടിസിപ്പിൾ ആക്കി മാറ്റി. പാർട്ടിസിപ്പിൾ വെർബ് അല്ല. അപ്പൊ അത് എന്തായി മാറി? ഫ്രേസായി. ഇങ്ങനെ നമുക്ക് ക്ലോസിനെ ഫ്രേസ് ആക്കാം, ING രൂപത്തിലേക്ക് മാറ്റാം. എങ്ങനെ മാറ്റിയത്? വാക്കിംഗ് ത്രൂ ദ ജംഗിൾ. ജംഗിളിലൂടെ നടന്നപ്പോ ദേ സോ എ ലയൺ. അവര് സിംഹത്തെ കണ്ടു. അതുപോലെ തന്നെ he failed again therefore he decided to quit. അവൻ വീണ്ടും തോറ്റു, അതുകൊണ്ട് നിർത്താൻ തീരുമാനിച്ചു. അവിടെ രണ്ട് ഭാഗത്തും വെർബുണ്ട്, രണ്ട് ക്ലോസാ. ഒന്ന് he failed, മറ്റൊന്ന് he decided. നമ്മൾ he failedനെ പാർട്ടിസിപ്പിൾ ആക്കി മാറ്റുക. എങ്ങനെയാ? he ഒഴിവാക്കുക, failed ഫെയിലിങ്. അപ്പൊ എങ്ങനെ വരിക? ഒന്ന് നോക്കി നോക്കൂ. അപ്പൊ ഇവിടെ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാലേ, അതായത് ഇവിടെ ഫെയിലിങ് ചെയ്യല്ല ചെയ്ത്, അതിന് പകരം ഹാവിങ് ചേർക്കുക ചെയ്തത്. നോക്കൂ, നമ്മൾ ഹാവിങ് ഫെയിൽഡ് അഗെയിൻ, ഹാവിങ് ഫെയിൽഡ് അഗെയിൻ, വീണ്ടും പരാജയപ്പെട്ടത് കൊണ്ട് ഹാവിങ് ചേർത്തു കേട്ടോ. ഹാവിങ് ഫെയിൽഡ്. അപ്പൊ നമുക്ക് രണ്ട് രീതിയിൽ പാർട്ടിസിപ്പൽ കൺസ്ട്രക്ഷൻ ഉണ്ടാക്കാം. എങ്ങനെയൊക്കെ? ഒന്ന് നമുക്ക് വെർബിനെ ING രൂപത്തിലേക്ക് മാറ്റാം, അതല്ലെങ്കിൽ ഹാവിങ് ചേർക്കാം കേട്ടോ. അപ്പൊ ഹാവിങ് ഫെയിൽഡ് അഗെയിൻ. അപ്പൊ ഇത് എന്തായിട്ട് മാറി? ഫ്രേസ് ആയിട്ട് മാറി. ഹി ഡിസൈഡഡ് ടു ക്വിറ്റ്. ഇനി അടുത്തൊരു രീതി എന്ന് വെച്ച് കഴിഞ്ഞാല് ഇൻഫിനിറ്റീവ് ഉപയോഗിക്കുക എന്നുള്ളതാണ്. സെന്റൻസിനെ മുറിച്ചിട്ട്, അതായത് നമ്മൾ സെന്റൻസ് രണ്ടാക്കി ഉണ്ടാക്കൂലേ, രണ്ട് സെന്റൻസ് ആക്കി മാറ്റുന്നിടത്ത് എന്ത് ചെയ്യാം? ഇൻഫിനിറ്റീവ് കൊടുക്കുക. അതായത് 2+V1. നമ്മൾ ആ 2+V1 വന്നതാണ് മുറിച്ചിട്ട് അവിടെ സബ്ജക്റ്റ് കൊടുത്ത് വേറെ ആക്കി രണ്ട് സെന്റൻസ് ആക്കി മാറ്റിയുന്നത്. അവിടെ വീണ്ടും എന്ത് ചെയ്യാം? സെന്റൻസിനെ യോജിപ്പിച്ച് ഒന്നാക്കാം. എങ്ങനെ? ടു ഇൻഫിനിറ്റീവ് കൊടുത്തിട്ട് കേട്ടോ. അതാണ് ഇൻഫിനിറ്റീവ്. എക്സാമ്പിൾ നോക്കൂ. ഷീ ഈസ് ബിസി. അവൾ ബിസിയാണ് ഒന്ന്. ആൻഡ് ഷീ ക്യാൻഡ് ടോക്ക് നൗ. സംസാരിക്കാൻ കഴിയുന്നില്ല. അപ്പൊ നമുക്ക് ഇങ്ങനെ ആക്കിയാൽ മതി. അവൾക്ക് സംസാരിക്കാൻ കഴിയാത്ത വിധം ബിസിയാണ്. സംസാരിക്കാൻ കഴിയാത്ത വിധം ബിസിയാണ്. ഒരൊറ്റ സെന്റൻസ് ഒതുക്കുക. എങ്ങനെ ഒതുക്കുക? ഷീ ഈസ് ടു ബിസി ടു ടോക്ക്. ആ ടു ടോക്ക് ആണ് എന്ത്? ഇൻഫിനിറ്റീവ്. അതിനർത്ഥം എന്താ? ഷീ ഈസ് ടു ബിസി. അവൾ വളരെ ബിസിയാണ്. എത്രത്തോളം? ടു ടോക്ക് നൗ. ഇപ്പോ സംസാരിക്കാൻ പറ്റാത്ത വിധം. ഇവിടെ ടു എന്ന് പറയുമ്പോൾ രണ്ടാമത്തെ ഭാഗത്ത് നെഗറ്റീവാണ് അർത്ഥം വരിക കേട്ടോ. ഷീ ഈസ് ടു ബിസി ടു ടോക്ക്. സംസാരിക്കാൻ കഴിയാത്ത വിധം ബിസിയാണ്. അതാണ് ആ ടു ഇൻഫിനിറ്റീവ് മാറ്റിയത്. പിന്നെ അടുത്തത് യൂസിങ് ജെറണ്ട് ഉപയോഗിക്കാം. അതായത് ING രൂപത്തിനാണ് നമ്മൾ ജെറണ്ട് എന്ന് പറയാ. ING രൂപത്തിനാണ് എന്ത് പറയാ? ജെറണ്ട്. അപ്പൊ നോക്കൂ, നമ്മൾ നേരത്തെ പറഞ്ഞ അതേ സംഭവം തന്നെയാണ്. ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ഹി ടോൾഡ് ദ ട്രൂത്ത് ആൻഡ് വാസ് റിലീസ്ഡ് ഫ്രം ജയിൽ. ഹി ടോൾഡ് ദ ട്രൂത്ത്. അയാൾ സത്യം പറഞ്ഞു. ആൻഡ് വാസ് റിലീസ്ഡ് ഫ്രം ജയിലിൽ നിന്നും മോചിതനായി. അയാൾ സത്യം പറഞ്ഞു. അത് മാറ്റി ജെറണ്ടാക്കിയിട്ട് എങ്ങനെയാക്കി മാറ്റുക? സത്യം പറഞ്ഞത് കൊണ്ട് ജയിൽ മോചിതനായി. മനസ്സിലായോ? അപ്പൊ എങ്ങനെ വരിക? ടെല്ലിംഗ് ദ ട്രൂത്ത്. ജെറണ്ട് പറഞ്ഞാൽ ING രൂപം. ING രൂപത്തിലേക്ക് മാറ്റുമ്പോ ടോൾഡിനെ മാറ്റാൻ പറ്റില്ല. ടോൾഡ് രണ്ടാമത്തെ രൂപം. ഒന്നാമത്തെ രൂപത്തെ മാറ്റാൻ പറ്റുള്ളൂ. അതായത് ടോൾഡിങ് എന്ന് പറയാൻ പറ്റില്ല. ടോൾഡിന്റെ ഒന്നാമത്തെ രൂപമാണ് ടെല്ല് കേട്ടോ. അപ്പൊ എങ്ങനെയാ വരിക? ടെല്ലിംഗ് ദ ട്രൂത്ത്. ഹീസ് വാസ് റിലീസ്ഡ് ഫ്രം. അപ്പൊ ടെല്ലിംഗ് ദ ട്രൂത്ത് എന്ന് പറഞ്ഞാൽ, അതായത് ഹി ടോൾഡ് ദ ട്രൂത്ത് എന്ന് പറഞ്ഞാൽ ക്ലോസ് ആണ്, സബ്ജക്റ്റും വെർബും. അതിനെ നമ്മൾ ടെല്ലിംഗ് ദ ട്രൂത്ത്, സത്യം പറഞ്ഞത് കൊണ്ട്. അപ്പൊ അതെന്തായി മാറി? ക്ലോസ് ഫ്രേസായി. ക്ലോസ് എന്തായി? ഫ്രേസായി. പിന്നെ അതിലൊരു ക്ലോസ് ഉള്ളൂ. അപ്പൊ അതെന്തായി? സിമ്പിളായി. ഇനി അടുത്തത് യൂസിങ് എ പ്രിപ്പോസിഷൻ വിത്ത് എ നൗൺ. അടുത്തത് അതായത് പ്രിപ്പോസിഷൻ വിത്ത് എ നൗണ്. നൗണിന്റെ കൂടെ പ്രിപ്പോസിഷൻ, അതായത് പ്രിപ്പോസിഷനും നൗണും ഉപയോഗിക്കുക. യൂസിങ് എ പ്രിപ്പോസിഷൻ വിത്ത് എ നൗണ്.
നൗണിന്റെ കൂടെ പ്രിപ്പോസിഷൻ ഉപയോഗിക്കാം. അതെങ്ങനെയാണ് പരിപാടി നമുക്ക് നോക്കാം. യദു ഈസ് എ സിംഗർ ആസ് വെൽ ആസ് എ ഡാൻസർ. ഇത് കോമ്പൗണ്ട് ആട്ടോ. എന്താ കാര്യം എന്നറിയോ? യദു ഈസ് എ സിംഗർ ഒരു സെന്റൻസ്, ആസ് വെൽ ആസ് എ ഡാൻസർ എന്ന് പറഞ്ഞാൽ യദു ഈസ് എ ഡാൻസർ എന്നും കൂടിയാണ്. അത് നമ്മൾ ആസ് വെൽ ആസ് വെച്ച് ചേർത്തതാ. അപ്പൊ ആസ് വെൽ ആസ് വെച്ച് ചേർക്കുമ്പോൾ കോമ്പൗണ്ട് ആണ്. ശരിക്കും അത് ഇങ്ങനെയാണ്, യദു ഈസ് എ സിംഗർ, യദു ഈസ് എ ഡാൻസർ. അതായത് ഇവിടെ ഒരേ ആള് തന്നെയാണ്. അപ്പൊ നമ്മൾ എന്താക്കി, യദു ഈസ് എ സിംഗർ ആസ് വെൽ ആസ് എ ഡാൻസർ എന്ന് പറഞ്ഞാൽ യദു ഈസ് ആൾസോ എ ഡാൻസർ എന്നാണ്. അപ്പൊ ഇത് ഇവിടെ കോമ്പൗണ്ട് ആണ്. ഇതിനെ നമ്മൾ സിംഗിളിലേക്ക്, സിമ്പിൾ സെന്റൻസിലേക്ക് മാറ്റണം. നമ്മൾ ആദ്യ എക്സാമ്പിൾ പറഞ്ഞ പോലെ തന്നെ. എങ്ങനെ? ബിസൈഡ്സ് ബീയിങ് എ സിംഗർ, ഒരു സിംഗർ ആണെന്നുള്ളതിന് പുറമെ യദു ഈസ് എ ഡാൻസർ, യദു ഒരു ഡാൻസർ ആണ്. കണ്ടോ? ബിസൈഡ്സ് ബീയിങ് എ സിംഗർ, ഒരു സിംഗർ എന്നതിന് പുറമെ, അതിനു പുറമെ യദു ഈസ് എ ഡാൻസർ, യദു ഒരു ഡാൻസർ ആണ്. അപ്പൊ ഇവിടെ യദു ഈസ് എ സിംഗർ എന്നുള്ള ഫ്രേസ്, ക്ലോസ്, അതുപോലെ തന്നെ ആസ് വെൽ ആസ് എ ഡാൻസർ എന്നുള്ളത് രണ്ടാമത്തെ ഭാഗമാണ്. അതൊരു കൺജങ്ഷൻ ആണ് ആസ് വെൽ ആസ് കേട്ടോ. ആസ് വെൽ ആസ് ഉപയോഗിക്കുമ്പോൾ എന്താവും? കോമ്പൗണ്ട് ആവും. അപ്പൊ ഇതിലെ യദു ഈസ് എ സിംഗർ എന്ന ക്ലോസിനെ ഫ്രേസ് ആക്കി. എങ്ങനെ ഫ്രേസ് ആക്കിയത്? ബിസൈഡ്സ് ബീയിങ് എ ഡാൻസർ. ഇവിടെ വെർബൊന്നുമില്ല, ബിസൈഡ്സും ബീയിങ്ങും എ ഡാൻസറും, 3 വാക്കുകൾ ഫ്രേസ് ആയി. ബിസൈഡ്സ് ബീയിങ് എ ഡാൻസർ യദു ഈസ് എ സിംഗർ. ഓക്കെ. പിന്നെ അടുത്തത് പറയുന്നത് യൂസിങ് ആൻ ആഡ്വർബ് ഓർ ആഡ്വർബിയൽ ഫ്രേസ്. ആഡ്വർബുകളോ അല്ലെങ്കിൽ ആഡ്വർബ് ഫ്രേസുകളോ ഉപയോഗിക്കാം. ആഡ്വർബ്, അതായത് നമുക്ക് ആഡ്വർബ് എന്ന് പറയുമ്പോൾ ഒരു ക്ലോസിനെ ചുരുക്കാൻ പറ്റും ആഡ്വർബിക്ക് മാറ്റുമ്പോൾ. ഒരു എക്സാമ്പിൾ നോക്കൂ. ഹി വാസ് ഫോർച്ചുനേറ്റ്, അയാൾ ഭാഗ്യവാനായിരുന്നു കേട്ടോ. ഹി വാസ് ഫോർച്ചുനേറ്റ്, അതൊരു ക്ലോസ് ആണ്. ഹി സബ്ജക്റ്റ്, വാസ് വെർബ്. ഹി വാസ് ഫോർച്ചുനേറ്റ്, അയാൾ ഭാഗ്യവാനായിരുന്നു. ഓർ അല്ലെങ്കിൽ ഹി വുഡിന്റ് ഹാവ് റീച്ച്ഡ് ദെയർ ഓൺ ടൈം, സമയത്തിന് അവിടെ എത്തില്ലായിരുന്നു. ഇതിൽ നമ്മൾ ഹി വാസ് ഫോർച്ചുനേറ്റ് എന്നുള്ളതിനെ നമ്മൾ എന്താക്കി മാറ്റുക? അഡ്വേർബിയൽ ആക്കി മാറ്റുക. എന്ത് ചെയ്താൽ മതി? ഹി വാസ് ഫോർച്ചുനേറ്റ്, അയാൾ ഭാഗ്യവാനായിരുന്നു. അത് മാറ്റിയിട്ട് അത്രയും 3 വാക്കിനെ ഫോർച്ചുനേറ്റ്ലി ഓർത്തു വെക്കട്ടോ. ഹി വാസ് ഫോർച്ചുനേറ്റ്, ഷി വാസ് ഫോർച്ചുനേറ്റ്, ദേ വേർ ഫോർച്ചുനേറ്റ്. ഇതിനൊക്കെ പകരമായിട്ട് ഫോർച്ചുനേറ്റ്ലി, ഭാഗ്യവശാൽ കേട്ടോ. അയാൾ ഭാഗ്യവാനായിരുന്നു, അതന്നെ ഫോർച്ചുനേറ്റ്ലി, ഭാഗ്യവശാൽ, ഭാഗ്യമുള്ള ഉള്ളത് കൊണ്ട്. ഹി റീച്ച്ഡ് ദെയർ ഓൺ ടൈം, സമയത്തിന് അയാൾ അവിടെ എത്തി. അപ്പൊ ഓക്കെ ഫ്രണ്ട്സ്, അപ്പൊ നമ്മള് ഇപ്പൊ കോമ്പൗണ്ടും സിമ്പിളുമായി ബന്ധപ്പെട്ട റൂൾസ് ആണ് നമ്മൾ പറഞ്ഞത്. അതായത് മാറ്റുമ്പോൾ റൂൾസ് അല്ല, വ്യത്യസ്ത രീതികൾ. ഇത് നമുക്ക് കുറച്ച് സിമ്പിളിനെ കോമ്പൗണ്ടിലേക്കും അതുപോലെ തന്നെ കോമ്പൗണ്ടിനെ സിമ്പിളിലേക്കൊക്കെയുള്ള ഏതാനും മാറ്റങ്ങൾ, അതാണ് ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് എക്സസൈസ് ചെയ്യാനുള്ളത് കേട്ടോ. അപ്പൊ നമുക്കത് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഇപ്പൊ നമ്മൾ ചെയ്ത വെറൈറ്റീസ്, അതായത് പലതരത്തിലുള്ള സിമ്പിൾ ടു കോമ്പൗണ്ട്, വ്യത്യസ്ത തരത്തിലുള്ള കോമ്പൗണ്ട് ടു സിമ്പിൾ, ആ ഒരു ടൈപ്പ് ഒന്ന് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക കേട്ടോ. അപ്പൊ എല്ലാവരും വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണുക, ഒന്ന് ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ്.